പറഞ്ഞിട്ട് മിന്നാരം മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവാ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവാ. കിലുകിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. 다들 가자지 뽀뚜지 든다디야. 안녕하세요. അതെനിക്കറിയാം. എന്താ I love you. അത് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടും ചേരുമല്ലേ? താറാവ്, കോഴി, കോഴിക്കെന്തെന്ന് ബെൽറ്റാ? മലയാള സിനിമയിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരൻ. നിശബ്ദ ചലച്ചിത്രത്തിൽ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാവുക? പിന്നെ തണ്ണിമത്തൻ വരക്കാൻ തണ്ണിമത്തൻ നോക്കിയേ. എന്റെ കഥയുടെ പേര് അനാഥാലയം. ചേട്ടാ, ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും പറയാനുണ്ട്. എന്താ? നമ്മുടെ പുതിയ ആങ്കർ ഇല്ലേ ലക്ഷ്മി, ലക്ഷ്മി ഇതുവരെ നമ്മളോട് വന്ന് സംസാരിക്കുകയോ നമ്മളെ പരിചയപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു ജാടയുണ്ട് കേട്ടോ. ജാടയുണ്ട്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വന്നിട്ടേ നമ്മളിന്നൊരു മൈൻഡ് ഇല്ലല്ലോടാ. ഒരു മൈൻഡും ഇല്ല. അതാണ് നമ്മുടെ സെക്യൂരിറ്റി മുസ്തഫയ്ക്ക് ഇതുപോലെ ഒരു ജാട ഉണ്ടായിരുന്നു. ഞാൻ 2 പണി കൊടുത്ത് ഒതുക്കി. ഇതിനെ അങ്ങനെ ഒതുക്കേണ്ടി വരുമോ? ഒതുക്കേണ്ടി വരുന്നല്ല, ഒതുക്കണം. എന്തെങ്കിലും പണി കൊടുക്കണം. ഹലോ സുമേഷ് ചേട്ടാ, ഹലോ സുമേഷ് ചേട്ടാ, ഹലോ സബു ചേട്ടാ. ഹലോ, നിങ്ങളെന്താ ഇവിടെ? അവിടെ അല്ലേ ഇരിക്കാറ്? നമ്മളെന്താ ഇവിടെയെന്ന്? ഇപ്പൊ വിനയ് വരാൻ താമസിക്കും. ഞങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ വിനയ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എവിടെ നിൽക്കണമെന്നുള്ള ഞങ്ങളല്ലേ തീരുമാനം. ഞങ്ങൾ തിന്നവരാരും ചോദിച്ചിട്ടില്ല, ചോദിക്കാറില്ല. ജാടയുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. നല്ല ജാടയുണ്ട്. നമ്മൾ ഈ ഗ്യാപ്പ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാനാ? സാധാരണ ചെയ്യും പോലെ അവന്റെ സുമേഷിന്റെ പാട്ട് കേട്ട് നമ്മള് ഒരു പരിധി ഇല്ല. പിന്നെ വേറെ തബലയും കൊള്ളൂല. പിന്നെ വയലിൻ വായിക്കാറില്ലല്ലോ. ഞാനത് അറിയാത്തോണ്ട് പിന്നെ അത് ഈ ആങ്കർ പണിയായിരുന്നോ പണ്ട് തൊട്ടേ? അല്ലല്ല, ഞാൻ മോണോ ആക്ട് ചെയ്യും. കള്ളറിയോ? ചെയ്യും. 100 കലാകാരന്മാരിലെ ഞാൻ 1-2 പെണ്ണുങ്ങൾ മോണാക്ട് ചെയ്യുന്ന ഞാൻ സത്യം ഒന്ന് ചെയ്യോ പ്ലീസ്. ആങ്കറിങ്ങാണ് ചെയ്യാറ്, പക്ഷെ നിർബന്ധിക്കണം. നിർബന്ധിക്കണം. 1 2 3 4 പ്ലീസ് ചെയ്യൂ, പ്ലീസ് ചെയ്യൂ, പ്ലീസ് ചെയ്യൂ. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ ഏതൊരമ്മയുടെയും ജീവിതത്തിൽ വേദനയുടെ നെരിപ്പോടാണ്. ആ എരിയുന്ന നെരിപ്പോളിൽ നിന്നും ഉതിർക്കൊണ്ട ദുഃഖം ഒരമ്മയുടെ തീരാ ദുഃഖം. കൊല്ലേണ്ടതെങ്ങനെ? മലയാളത്തിന്റെ പ്രശസ്ത കവയിത്രി ശ്രീ സുഗതകുമാരി മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ രംഗാവിഷ്കാരം. തുടക്കം എങ്ങനെയാ? എന്താണ് ഈ കാണിച്ചത്? സൂപ്പർ ആയിരുന്നു. അത്ഭുതം തോന്നിപ്പോയി, അത്ഭുതം. കാരണം ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇത്ര നന്നായിട്ട് മോണാക്ട് ചെയ്യുന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഈ സ്റ്റേറ്റ് വിട്ടേ പോണം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നാഷണൽ ലെവലിൽ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ആകാംക്ഷയാവും. ഞാൻ കഥാപ്രസംഗമൊക്കെ ചെയ്യാറുണ്ട്. കഥാപ്രസംഗം ചെയ്യോ? ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. ഇപ്പൊ പെൺകുട്ടികൾ കഥാപ്രസംഗം കേട്ടിട്ടില്ലേ? കണ്ടോ? ഞാൻ ആങ്കറിംഗ് ആണ് ചെയ്യാറ്. നിർബന്ധിച്ച ചെയ്യാം. നിർബന്ധിക്കണം. എന്റെ കഥ ഇവിടെ ആരംഭിക്കുന്നു. എന്റെ കഥയുടെ പേര് അനാഥാലയം. കലാപങ്ങളിൽ പിടഞ്ഞു വീണു മരിച്ച ധീര ദേശാഭിമാനികൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഉത്തർപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമം
കൊച്ചു കൊച്ചു കുന്നുകളും കുടിലുകളുമുള്ള ആ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് അതാ ഒരു വലിയ കെട്ടിടം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. അവിടെ ഹൃദയ വീണയിൽ ഉണർന്നു നവം ഒരു മാനവ സംഗീതം. മതാന്ത മാനസ തടങ്ങളിൽ തുയിലുണരും സുന്ദര സംഗീതം. വന്ദേ മാതരം, വന്ദേ മാതരം. ഭാരത് മാതാ കീ മാതരം, ഭാരത് മാതാ കീ. ചേട്ടാ എങ്ങനെയുണ്ട്? താളം ലയം എല്ലാം ഓക്കെ. സത്യം പറഞ്ഞുണ്ടല്ലോ എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ലൊരു കഥാപ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ചേട്ടന്റെ കണ്ണ് തള്ളിപ്പോയല്ലേ? കണ്ണ് മാത്രല്ല ചേട്ടൻ നല്ല തള്ള. നല്ല കോമഡി പറയൂ. ഞങ്ങള് തൃശ്ശൂർക്ക് കോമഡി പറഞ്ഞൂടെ? പറഞ്ഞോ. വേറെന്തെങ്കിലും ചെയ്യൂ. പിന്നെ ഞാനേ കൊച്ചു കുട്ടികളുടെ സൗണ്ടിൽ പാട്ട് പാടും. ദൈവമേ, ഒന്ന് ചെയ്യൂ, ഒന്ന് ചെയ്യൂ. ഒന്ന് ചെയ്യൂ. ഞാൻ ആങ്കറിംഗ് ചെയ്യാറ്. നിർബന്ധിച്ച പ്ലീസ് ചെയ്യൂ, പ്ലീസ്. പാടാൻ പോവാ. ശിവകാമിയേ ശിവനി പാതിയെ അത് മനക്ക് പുരിയുമാ. ലാലി ലാലിയേ ലാലി ലാലിയേ ശിവ ലാലി ലാലിയേ ലാലി ലാലിയേ. ആ കൺമണി അൻപോട് കാതല് ഞാനക്ക് പുരിയുമേ. എന്റെ മുമ്പിൽ ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് എന്ത് അസാധ്യമായിട്ടോ ചെയ്തല്ലേ. ഇതിനും പേരെ 3 മണി സീരിയലിലെ നായികയാണ്. അല്ല, അത്ര നന്നായിരുന്നു. നന്നായിരുന്നു. അതിലും ഭേദപ്പെട്ട് ഇദ്ദേഹം ചെയ്തു. അതിലും നന്നായിട്ട് ചെയ്തു. അതെ, ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്യണം അല്ലേ? എന്നാലും ഒരു പഞ്ചുണ്ട്, ഒരു രസമുണ്ട്. ഒപ്പനറിയോ? ഒപ്പനെ അത് പെണ്ണുങ്ങൾ കളിക്കുന്നത്, ഞങ്ങളോട് പറ്റില്ലേ? ഗ്രൂപ്പ് ഡാൻസ്. വേണ്ട വേണ്ട, അതൊക്കെ ഡപ്പാൻകുത്ത്. ഡാൻസ് ഒന്നും വേണ്ട. കെട്ടിപ്പോയി. അമ്മൻ കുടം. അമ്മൻ കുടമാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം 1-2 സ്റ്റെപ്പ് എനിക്കും അറിയാം. പിന്നെ ഓക്കെ. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேடு பொன்னமான இட தேடி வரும் நாடு எந்த நாடு. மாங்குயிலே பூங்குயிலே சேதி ஒன்று கேடு பொன்னமான இட தேடி வரும் நாடு எந்த நாடு. முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால. மாங்குயிலே பூங்குயிலே சேதி பொன்னமான இட தேடி வரும் நாடு எந்த நாடு. എന്തത്? അമ്മൻ കുടം. സൂരജ്, ഏതോ അമ്പലപ്പറമ്പി അമ്മ കൂടെ തുള്ളിയുന്ന പെണ്ണിനോട് ആങ്കർ ചെയ്യാൻ കൊണ്ടുവന്നേ? ചേട്ടാ ഞാൻ മാത്രല്ല, അവരും. താനെന്താ ചെയ്യുന്നു ഇവിടെ? താനെന്താ ചെയ്യുന്നു ഇവിടെ? സോറി സാർ. എന്താണോ ഇത്? അല്ല, അമ്മകൂടം കളി കഴിഞ്ഞിട്ടേ അമ്മകൂടം ഇറക്കി വെച്ചിട്ട് ആശാൻ എന്നെ വഴക്ക് പറയാം. അതുകൊണ്ട് തൊപ്പി നോക്കണോ? പോടോ. സോറി സാർ, സോറി സാർ, സോറി സാർ. ഇല്ല, ആ കുട്ടി കരയുന്നു, കരയുന്നു സാർ, കരയുന്നു സാർ, കരയുന്നു സാർ. എന്താണ്? എന്താ കുട്ടി എന്തൊരു വിഷമിക്കുന്നേ? അവർ പറഞ്ഞു കേട്ടതാണോ? ഇപ്പൊ വേർക്കത് നമ്മൾ ഒന്നും ചിന്തിക്കണ്ട. ഇത്രയും ചിന്തിച്ചാൽ മതി. കഴിവില്ലാത്തവർ ഒരിക്കലും ജനം അംഗീകരിക്കത്തില്ല, അല്ലേ സാറേ? സാറിനും ആ അവസ്ഥ. അതുകൊണ്ടാണ് വെറുതെ വിഷമിക്കുന്നത്. എന്തിനും എന്താ 3 വരെ എണ്ണ ഞാൻ. താൻ പോയില്ലെങ്കിൽ തന്നെ ഇടിക്കും ഞാൻ. ഒറ്റ വേണ്ടി ഞാൻ പോലെ. പിന്നെന്താ പ്രശ്നം? എന്താണ് ഈ കാണിക്കുന്നത്? എന്താ കറിയുന്നത്? എനിക്ക് ഒരു ഐറ്റം കൂടി ചെയ്യാണ്ട്. ഈ എപ്പിസോഡ് തുടങ്ങാൻ പറ്റുമോ? ഇന്ന് ഗസ്റ്റ് ഇല്ല. നിങ്ങളൊക്കെ കൂടി കാണിക്കുന്ന വേഷം കെട്ട് കണ്ട് ഗസ്റ്റ് ഇറങ്ങി ഓടി. സത്യം, ഗസ്റ്റ് ഇല്ലാണ്ട് എപ്പിസോഡ് ചെയ്യേണ്ട വരും. വാ 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 വാ, എനിക്ക് ആ സൂരജിനൊന്ന് കാണണം. തുടങ്ങ്, എപ്പിസോഡ് തുടങ്ങ്. ചേട്ടൻ തുടങ്ങിയാ മതി. ഞാൻ തുടങ്ങുക അല്ലേ? താനിവിടെ അമ്മൻ തുള്ളലും ഞാൻ തുടങ്ങുക. ഞാൻ തുടങ്ങാം അല്ലേ? തുടങ്ങ്.
കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കർ ജ്വല്ലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇല്ല 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 ഉണ്ടോടാ? ഇല്ല ഇല്ല ഉണ്ടോ? ഇല്ല മുതലാളി ഇല്ല ഇല്ല മുതലാളി ഇല്ല 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 മുതലാളി ഇല്ല അവിവേകം കാണിക്കരുത് മുതലാളി, അവിവേകം കാണിക്കരുത്. വാവിട്ട് വാക്കും കൈവിട്ട് ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല. കൊല്ലരുത് മുതലാളി, കൊല്ലരുത്. ആരെ കൊല്ലാൻ ആരെയാ നീ പറഞ്ഞേ? ഇവനെ ഇവനെയോ? അവനെ ആരാ കൊല്ലാൻ പോണേ? മുതലാളി തോക്കിക്കൊണ്ട് കൊല്ലാൻ നോക്കിയാലിപ്പാ. അതല്ലെന്നേ, എന്റെ പ്രഷറിന്റെ ഗുളിക ഇതിന്റെ കുഴലിനകത്ത് ഇറങ്ങിപ്പോ അതിനകത്ത് ഉണ്ടോ എന്ന് അവനോട് ഞാൻ ചോദിക്കായിരുന്നു. പ്രഷറിന്റെ ഗുളിക, പ്രഷറിന്റെ ഗുളിക ഇതിനകത്ത് പോണെങ്ങനെയാണ്? ഹൈ, ഞാനൊരു കർക്കശക്കാരനാണല്ലോ. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ ബ്ലഡിൽ അരിഞ്ഞിരുന്നതാണ്. ഞാൻ ഈ തോക്ക് ഇങ്ങനെ തുറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കൃത്യം ഞാൻ ഗുളിക തന്നില്ലെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കി. ഞാൻ ആ സമയത്ത് പ്രഷറിന്റെ ഗുളിക തന്നു. ആകെപ്പാടെ ഒരു ഗുളിക ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിങ്ങനെ മെള്ളിലേക്ക് ഇട്ട് വാ വിളിച്ചാടാ, മീശ തട്ടിയിട്ട് ഇതിനകത്തൊക്കെയാണ് അതുപോലെ ഇവിടെയാണോ പോയത് ഒരു പിടുത്തോണ്ടായിപ്പോയത്. ഞാനിങ്ങനെ അല്ല മുതലാളി, ഇത്ര കർക്കശക്കാരനായ മുതലാളി ഇന്നത്തെ പ്രഷറിന്റെ ഗുളിക കഴിക്കാണ്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഇടാ, ഞാനൊരു കർക്കശക്കാരനല്ലേ. പ്രഷറിന്റെ ഗുളിക വേറെ ഇല്ലല്ലോ. ഞാൻ കർക്കശക്കാരനായതുകൊണ്ട് 2 ഷുഗറിന്റെ ഗുളിക മേടിച്ച് കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നാളെ കഴിക്കേണ്ട ഗുളിക ഇന്നെന്തിനാ കഴിച്ചത് പ്രഷറിന്റെ? എടാ, ഞാനൊരു കർക്കശക്കാരനല്ലേ. എന്റെ തിയറി എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്നലെ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്നലെ കഴിക്കാനുള്ള ഗുളി ഇന്ന് അങ്ങോട്ട് കഴിക്കും. സത്യം പറയാല്ല, ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം മുതലാളി നല്ല ശർക്കരക്കാരനാണെന്ന്. ശർക്കരക്കാരനാണോ? ഞാൻ ശർക്കരക്കാരനാണോ? അതല്ല, ശർക്കരക്കാരനാണോ ഞാൻ? എനിക്കത് ആ വാക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ആ, നീ എവിടെ പോകും? അല്ല, കർക്കശക്കാരനെ ഉദ്ദേശിച്ച ആ വാക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. നിനക്ക് ദേഷ്യക്കാരൻ കിട്ടും. പിന്നെ ഉഗ്രായിട്ട് കിട്ടില്ല. ദേഷ്യക്കാരൻ കിട്ടും. പിന്നെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഏഷ്യക്കാരൻ ഉദ്ദേശിച്ചത് ആര്? ഏഷ്യക്കാരൻ. ഏഷ്യക്കാരനോ? എടാ, ഞാൻ കർക്കശക്കാരനാ നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. സമ്മതിച്ച് എല്ലാമാണ്. ധൈര്യശാലി, കർക്കശക്കാരൻ. ഞാൻ പഠിച്ചു പോരെ. ഞാൻ വന്നതെന്ന് മനസ്സിലായല്ല. ഇന്ന് വൈകുന്നേരം ഈ 2 വീട്ടിലെ 2 താമസക്കാരെ കൊണ്ടുവരാൻ. അല്ല, നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? അതെ. നീ പിന്നെ ഇന്ന് വന്നേരെ കാര്യം മുതലാളി എപ്പോഴും പറയാറുണ്ടല്ല നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുമെന്ന്. ഞാൻ ഇന്നങ്ങോട്ട് ചെയ്ത് തെറ്റായി പോയോ? ഈ കഥ ഞാൻ ഇന്നല്ലേ പറഞ്ഞേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഈ കഥ അറിഞ്ഞു. ഞാൻ മുതലാളി കാരണമായി പറയാറില്ലേ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ എറിയണമെന്ന്. പട്ടിക്കിട്ട് അറിയില്ല കേട്ടോ. മേനകാന്തി ഒന്ന് വിഷയം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേണൽ സാബിന്റെ 2 മുറിയിൽ 2 താമസക്കാരും എന്നോട് പറഞ്ഞിരുന്നു. മിടുക്കന്മാരായ കിടുകിടുക്ക 2 ഫാമിലിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ചതി വഞ്ചന ഉടായ്പ കേസുമായിട്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ഞാൻ കൊണ്ടുവരുമോ? ഞാൻ കർക്കശക്കാരനാണ്. എന്റെ അടുത്ത് ചതി ചെയ്തു കഴിഞ്ഞാൽ അച്ഛനാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ഞാൻ വിഷയം ഉണ്ടാക്കളയും. നിനക്കറിയാമോ, എന്റെ അടുത്ത് ചതി ചെയ്തിട്ട് എന്റെ ഭാര്യനെ പോലും ഉപേക്ഷിച്ച ഒരു പട്ടാളക്കാരാണ് ഞാൻ. ഭാര്യ ചതിച്ച? ആ, ഭാര്യ ചതിച്ചു. എന്താ കാര്യം? കാര്യം തോന്നി ഞാൻ എല്ലാ മാസവും ഇവളെ വീട്ടിൽ പറഞ്ഞു വിടും. ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടും. ഈ കറങ്ങിപ്പോൻ പറഞ്ഞു വിട്ടതിന് ശേഷം നമുക്കിവിടെ ഒരു കാമുകയുണ്ട്. ഞാൻ അവളുമായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വണ്ടി കിട്ടിയില്ല എന്നും പറഞ്ഞ് കയറി വന്ന് അവൾ എന്നെ ചതിച്ചു കളഞ്ഞു. എന്നിട്ട് വെച്ചേക്കാവോ? അപ്പൊ തന്നെ അവരുടെ താലി വലിച്ചു പറിച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു. അത് കലക്കി. അങ്ങനെ ചോദിക്കട്ടെ, അപ്പൊ 2ാമത്തെ ഭാര്യ എങ്ങനെ പറഞ്ഞു ഉപദേശിച്ചു? 2ാമത്തെ ഭാര്യ ഇതുപോലെ എന്നെ ചതിച്ചു. അവളെ വെച്ചേക്കാമോ? വണ്ടി കിട്ടാണ്ട് വന്ന് ചതിച്ചോ? വണ്ടി കിട്ടാതല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അവള് കാമനുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്നു. ആഹാ, അവളെ വെച്ചേക്കാമോ? പറഞ്ഞതുപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല മിടുക്കന്മാരായിട്ടുള്ള ആ ഫാമിലിയോട് എത്തും. ഞാൻ പോയിക്കോട്ടെ? ഓക്കെ. ആ, പിന്നെ നിക്ക്. നീ ആദ്യമായിട്ട് വീട്ടിൽ വന്നാലേ, അതുകൊണ്ട് എനിക്ക് എന്റേതായിട്ടൊരു മാന്യത ഉണ്ട്. അതുകൊണ്ട് നിന്നെ നോക്കി വെച്ച് ഞാൻ ഒരു ചായ കുടിക്കട്ടെ. ആ ബാല വന്നേ. കണ്ട മഹർഷിയുടെ കൂട്ട് അവന്റെ വരവ് കണ്ട. ചായ നിന്നോട് ഞാൻ ചായ എപ്പോ കൊണ്ടുവരാനാ പറഞ്ഞേ? 10:15. 10 ഇപ്പേ സമയനായി 10:17. 10:17. 2 മിനിറ്റിനടാ ഒരു വിലയില്ലേ? 2 മിനിറ്റിനടാ ഒരു വിലയില്ലേ? വിലയില്ലടാ 2 മിനിറ്റ്. എന്താ കാണിച്ചു ഇപ്പൊ? ശിക്ഷ. ഈ മെനകെട്ടവൻ എന്നും ഈ ശിക്ഷ മേടിക്കൂ നീ. അവൻ പറഞ്ഞ പോലെ ചായ വേണം? എനിക്ക് വേണ്ട. വൈകിട്ട് വാടകക്കാര്. അപ്പൊ കാണാം. ഓക്കെ. ചെവിക്കകത്ത് ഉറുമ്പ് പോയോ? എന്താ നിങ്ങളെ? എടാ, നീ കൃത്യനിഷ്ഠ ഇല്ലാത്തോണ്ടല്ലേ നിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ശിക്ഷിക്കണേ? മുതലാളി അത് മാത്രം പറയില്ല. മുതലാളി ഇന്നലെ കൃത്യം 7 മണിക്ക് ചായ തരാൻ പറഞ്ഞു. ഞാൻ കൃത്യം 8 മണിക്ക് കൊണ്ട് ചായ തന്നു. അതിനകത്ത് കൃത്യമില്ലേ?
മുതലാളി മെനിഞ്ഞാന്ന് കൃത്യം 9 മണിക്ക് ചായ തരാൻ പറഞ്ഞു. ഞാൻ കൃത്യം 10 മണിക്ക് തന്നു. അതിനകത്ത് കൃത്യമില്ലേ? പിന്നെ ഞാൻ കൃത്യം കാണിക്കുന്നില്ല എന്ന് മാത്രം മുതലാളി പറയരുത്. അതങ്ങനെ കണക്ക് ശരിയാവും. എന്റെ പൊന്നു മോനെ, ഇതിന് നിനക്ക് ഞാൻ പണിഷ്മെന്റ് തന്നിരിക്കും. എനിക്ക് എന്തിനാ പണിഷ്മെന്റ്? പിന്നെ പണിക്കാരന്റെ പണിഷ്മെന്റ് അല്ലാതെ ചിക്കൻ ബിരിയാണി മേടിച്ച് തരാൻ പറ്റൂടാ? പറ്റുമോ? നീ ഒരു കാര്യം ഈ തോക്ക് നീ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ നിന്റെ മെനകെട്ട പൊക്കിള് കാണിച്ചോണ്ട് ഈ വീട് നീട്ടി 30 റൗണ്ട് നീ അടിക്കണം. ഞാനോ? ഇങ്ങനെ ഞാൻ അടിക്കണം. നിന്റെ നിർത്തി കഴിഞ്ഞാണല്ലോ ഒന്നും വേണം നിന്റെ എല്ലാരും ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല? അടിപൊളിയാണ്. ഇതൊക്കെയാണ് ചുറ്റുപാട് ശ്രദ്ധിച്ചോണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് 40 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തൊരു കേണൽ സാഹിബാണ്. ഭയങ്കര കർക്കശക്കാരനാണ്. കർക്കശക്കാരൻ ഭയങ്കര കർക്കശക്കാരൻ. നിസാര കർക്കശക്കാരനല്ല, ഒരു ഭയങ്കര കർക്കശക്കാരൻ. ഇത് നിങ്ങളോട് പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 4 പ്രാവശ്യം എടുത്തിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. അലങ്കോലപ്പെടുത്തരുത്. നമ്മൾ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഇപ്പൊ സന്തോഷമായില്ല, അതുകൊണ്ട് സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ആ പൈസ എല്ലാവരും വാടകാശി മോന്റെ കാശ് വരും, എല്ലാവരും സന്തോഷമായി. ഇനി ഹാപ്പി ആയിട്ട് എല്ലാവരും റൂമിലേക്ക് പോയിക്കോളൂ. എല്ലാവരും ഒരുമിച്ചല്ല, 2 റൂമുണ്ട്, 2 റൂമിലേക്ക് പോ. ആയിക്കോട്ടെ. ഇതെന്താ ഇങ്ങനെ പോകാനല്ല പറഞ്ഞത്. എടാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പോകാൻ. ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ ഭർത്താവ്, നീ ഭാര്യ. ഇവിടെ ഇങ്ങനെ പോകാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ലേ സാബു ഭയങ്കര കർക്കശക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് ഇവിടെ ബാച്ചിലേഴ്സിന് റൂം കൊടുക്കില്ല, ഫാമിലിക്ക് കൊടുക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താ? അതായത് കപ്പിൾസ് അവർക്ക് മാത്രമേ ഈ റൂം വാടകയ്ക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും 4 പേരും ഇവിടെ കപ്പിൾസ് ആയിട്ട് മാറണം. അതൊന്നും ശരിയാവില്ല. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക ചേട്ടാ. അതുകൊണ്ട് അതെങ്ങനെ ശരിയാവും? അപ്പൊ നിനക്കോ? എനിക്ക് പറ്റത്തില്ല. എന്റെ എൻഗേജ്മെന്റ് അല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 പിള്ളേരും ഉണ്ട്. അപ്പൊ നിനക്കോടാ? കുഴപ്പമൊന്നുമില്ല, 2 പിള്ളേരുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിനക്കോടാ? നമ്മൾ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ, അവരുടെ കാര്യം കൂടെ ഒക്കെ. അതെ, ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടെ താമസിക്കണോ? താമസിക്കണമല്ലോ. 100 കിലോമീറ്റർ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ ചേട്ടാ? അതുകൊണ്ട് ഈ നഗരത്തിൽ ഈ വാടകയ്ക്ക് ഈ സ്ഥലം അല്ലാണ്ട് വേറെ കിട്ടാൻ വഴി ഒന്നുമില്ല. അതുകൊണ്ട് സമ്മതിച്ചേ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ വിജയിക്കേണ്ട ആവശ്യമില്ല. കേരളിന്റെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരു അഭിനയം, ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ. സമ്മതിച്ചല്ല? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ആരൊക്കെ എങ്ങനെയൊക്കെ ആവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. തീരുമാനിച്ചോ? സെലക്ട് ചെയ്ത് എനിക്ക് ഇനിയിപ്പോ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അപ്പൊ ഹാപ്പി അല്ല? എന്താ പൊരുത്തം. അപ്പൊ ഞാൻ സാബിനെ വിളിക്കട്ടെ. കെനൽ സാബ്, കെനൽ സാബ്. കരോളുകാരാണോ? കരോളുകാരൻ ഇല്ലെങ്കിൽ ഞാൻ വായിക്കാതെ ഞാൻ വെടിവെക്ക് വിടാം. നീ കേട്ടോ, എന്റെ സ്വഭാവം കറിയില്ല. ആളോ കരോളുകാരോ? ഞാൻ ഇങ്ങനെ വന്നപ്പോ കെനൽ സാബ്, ഇവരെല്ലാരും ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇവരെല്ലാരും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും വന്നിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ വാടകക്കാര്. പിന്നെ പിന്നെ മുതലാളിയുടെ എല്ലാ വിശേഷങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തുണ്ടോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ. സാബിനെ കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സാബു വലിയൊരു സർക്കസുകാരനാണ്. സർക്കസുകാരനോ? നശിപ്പിച്ചവൻ. അവന് തെറ്റിപ്പോയതാ, വെപ്രാളം കൊണ്ട് തെറ്റിപ്പോയതാ. നല്ലത് കർഷകക്കാരനാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. കർഷകക്കാരനോ? എടാ, സർക്കസുകാരനും കർഷകക്കാരനൊന്നും അല്ല. ഞാൻ നല്ല 1 തരം കടച്ചക്കാരനാണ്. കടച്ചക്കാരനല്ലല്ലോ. കർഷകക്കാരനല്ല, കർഷകക്കാരൻ. ഞാൻ പഠിച്ചു. നീ പഠിച്ചല്ലേ? പിന്നെ കർക്കശക്കാരനാണ് ഞാൻ. പറയടാ, എന്നെ നീ നാണം കെടുത്താനാണ് നീയൊക്കെ വന്നേ? പറയടാ. അങ്ങനെയാണെങ്കിൽ ആ മറ്റേ എളുപ്പവാക്കില്ലേ എന്നെ പഠിപ്പിച്ച അതങ്ങോട്ട് പ്രയോഗിച്ചാൽ മതി. അത് മതിയല്ലേ? അത് മതിയാവും. അത് മതി. നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ഞാനത് പറയാണ്ട് വേറെ സാധനം സെറ്റിച്ചിട്ടുണ്ട്. ദേഷ്യക്കാരൻ. 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 ദേഷ്യക്കാരൻ.
2 പന. അയ്യ, ഞാൻ ഷാപ്പിലാന്ന് ഓർത്തു പോയി അളിയാ. എന്നടാ കൊതുക് നിക്കറിട്ട പോലത്തവനെ നീ ഇപ്പൊ കാണിച്ചത്? നീ ഇപ്പൊ എന്നാ കാണിച്ചത്? നീ ഒന്നുമില്ല. ഞാനങ്ങ് താഴെ പോയത് നിനക്കങ്ങ് സുഖിച്ചുല്ലേ? ഇല്ല. സുഖിച്ചു നിനക്കങ്ങ്. മുതലാളിമാരുടെ മുമ്പിലാണ് ഡാൻസ് ചെയ്യുന്നത്. അഹങ്കാരമല്ലേ? അതെ. മുതലാളി, അതുകൊണ്ട് ഈ മാസം ശമ്പളം ഇവന് കൊടുക്കണ്ട. അതിന് ആരാ അവന് ശമ്പളം കൊടുക്കണേ? പഴങ്കഞ്ഞി മാത്രമല്ലേ കൊടുക്കുള്ളൂ ഞാൻ. അപ്പൊ തിന്നിട്ട് എല്ലിന്റെ ഇടക്കേറിയിട്ടാ. തിന്നിട്ട് എല്ലിന്റെ ഇടക്കാറാ ഞാൻ ഇവന് എന്നാ മുള്ള കുപ്പിച്ചിലാണോ തിന്നാൻ കൊടുക്കണേ? ഒരു അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദേ, ഇതാണ് ഫാമിലി. ഇതാണ് ഫാമിലി. ഓക്കെ. പക്ഷെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ. ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. ആ, നിന്റെ ഭാര്യ ഏതാ? ഇതാ അപ്പൊ നിന്റെ ഭർത്താവ്? അതാ. നിന്റെ ഭാര്യ ഏതാ? ഇതാ അപ്പൊ നിന്റെ ഭർത്താവ്? ദൈവമേ, ഇപ്പൊ വെടിക്കെട്ട് വരയിൽ പട്ടി അകപ്പെട്ട അവസ്ഥയായി പോയില്ലോ ഇത്. എടാ ബാല, ചട്ടകം നക്കി നിൽക്കാതെ നീ വന്നേ. അതെ, ഇവിടെ എന്തോ ചീഞ്ഞു മാറുന്നുണ്ടോ? അതെന്റെ ഷൂവിനകത്തൊന്നും ആണോ? എടാ അതല്ലാന്ന്. പിന്നെ ഇവിടെ മൊത്തത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മൊത്തം തരികടയാന്നുള്ളൊരു ചെറിയ സംഭവം ഉണ്ട് ഇവിടെ. ഉണ്ടായില്ല. ഇല്ലാതില്ല. എടാ ബ്രോക്കറെ, എന്തോ ഇതിനകത്ത് മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആണോ? മുതലാളിക്കാണ് കൺഫ്യൂഷൻ. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് നോക്കിയപ്പോ കൺഫ്യൂഷൻ. സത്യം പറ, നിന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ പേര് തങ്കം. വനജ. തങ്കം പറമ്പിൽ വനജ. തങ്കം പറമ്പിൽ വനജ. തങ്കം പറമ്പിൽ വനജ. അപ്പൊ നിന്റെ തങ്കം പറമ്പിൽ വനജ. ആ, അത് കറക്റ്റായി. എടാ, അത് അവന്റെ പെണ്ണുപിള്ള പേരല്ലേ? അതെ, ഞാൻ ചോദിച്ചാൽ നിന്റെ പെണ്ണുപിള്ള പേര്. അതെ, അവന്റെ പെണ്ണുപിള്ള പേരാ. എന്റെ പെണ്ണുപിള്ള പേരല്ല സാബിന് അറിയുന്നത്. അതെ അതെ. പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. അല്ല, നിന്റെ വായിൽ തിമിരാണോ? അതല്ല, പെണ്ണുങ്ങൾ പറയുമ്പോ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞ. ആ, എന്നാ പറഞ്ഞേ. രാധിക. അതല്ല, നിന്റെ പെണ്ണുപിള്ള പേര് ആദ്യമായിട്ട് കേൾക്കണോ? അല്ല, പെണ്ണിന് പറഞ്ഞതിന്റെ ആ സ്റ്റൈല് കൊള്ളാമല്ലോ. ആണല്ലേ? ദേ, ഒരു കാര്യം കൂടി ഞാൻ പറയണം. മറ്റേ പറഞ്ഞോട്ടെ. ആ, മറ്റു പറഞ്ഞു. ഇനി വേറെ ഇതുവരെ പറയാത്ത വേറൊരു കാര്യം ഞാൻ പറയണം. സാബ്ജിക്ക് ദേഷ്യം വന്ന വെട്ടൊന്ന് മുറി രണ്ടാ. ആരടാ പറഞ്ഞേ? മുറി 2 ഉണ്ടെങ്കിൽ അവിടെ 2 ബെഡും ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. മുതലാളിയെ പൊക്കി പറഞ്ഞല്ലേ. പൊക്കി പറഞ്ഞു. അപ്പൊ അയാൾ ത്രിസന്ധ്യ എന്ന് പറയുന്നത് നല്ല സമയമാണ്, ഐശ്വര്യമുള്ള സമയമാണ്. ഈ അഡ്വാൻസ് തുക മുതലാണ് കൈപ്പെട്ട. എന്നാ സ്വാമിയേ ക്ഷണമയ്യപ്പ. നന്നായി വരും. ഞാനത് പച്ചേഞ്ചിയോ? പച്ചേഞ്ചി അല്ല, എന്റെ വിരലാണത്. അപ്പൊ കാര്യങ്ങളെല്ലാം മംഗളം ആയിട്ട് നടന്നുള്ളൂ. അതുകൊണ്ട് നിനക്കുള്ളത് കൊണ്ട് നീ അങ്ങോട്ട് പോവുക. നിനക്കുള്ളത് കൊണ്ട് നീ അങ്ങോട്ട് പോവുക. മുതലാളി, അപ്പൊ എനിക്കുള്ളത് ഞാൻ നിനക്ക് പെണ്ണിനെ കൂടെ ഒപ്പിച്ചു തന്നെ. അതല്ല പറഞ്ഞത്. അല്ല, കമ്മീഷന്റെ കാര്യം. ആ, കമ്മീഷനാണോ? ഇത് മൊത്തം നിനക്ക് തരാൻ ഞാൻ എന്നാ പുറത്താണോ? നീ അങ്ങനെയല്ല, കണക്ക് പ്രകാരം ഇപ്പൊ കറക്റ്റായി. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, പോവാ മുനി. ചേരാത്ത പാൻറ്റോട്ട് ഞെറിഞ്ഞു കൊടുത്തവൻ. എന്തോ ചെയ്യും? നീ എന്നെ ഈ പറയുന്നേ? എനിക്ക് അതിനകത്ത് എങ്ങനെ ഞാൻ കിടക്കുക? പെണ്ണവിടെ കിടക്കുവാന്ന്. എന്റെ കാര്യം അതാണ്. എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ കൂടെ പോയി കിടക്കുന്നത്? നീ എന്താ ധൈര്യപ്പെടാൻ? ആ പെണ്ണൊന്നും ചെയ്തില്ല. നീ ധൈര്യമായിട്ട് കിടക്കാൻ പറ്റില്ല. അവളല്ല, പിന്നെ ഞാൻ. ഞാൻ ഭയങ്കര വൃത്തികെട്ടവനാ. ഈ കാണുന്ന ഒന്നുമല്ല ഞാൻ. നിനക്കറിയോ, ഒരു ദിവസം കണ്ണാടി നോക്കിണ്ടപ്പോ ഞാൻ എന്നെ തന്നെ കയറി പിടിച്ചു. നാട്ടുകാർ വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അത്രയ്ക്ക് വൃത്തികെട്ടത് ഞാൻ. വേറെ സംഭവം അറിയോ? എടാ, ഞാൻ ഈ കാണുന്ന കളിയും ചിരിയൊന്നും അല്ല. പിന്നെ എന്റെ ഉള്ളിൽ ഒരു സിംഹം ഉണ്ട്. എനിക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകൂടാ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ എന്തായാലും പുള്ളിക്കാരൻ പോയല്ലോ. ഈ പോയ സ്ഥിതിക്ക് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ റൂമിലെത്തി. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അവിടെയും കിടക്കാം. അവർ രണ്ടുപേരും ഇവിടെ കിടക്കട്ടെ. അത് ശരിയാ. ആണ് നമ്മൾ സെപ്പറേറ്റ് കിടക്കട്ടെ. അല്ലെങ്കിൽ വന്നേ നമുക്കിവിടെ കിടക്കാവുന്ന. ആരുടെ കൂട്ടത്തിൽ നിന്റെ കൂടെ ഞാൻ എന്നാ വിശ്വസിച്ച് നടക്കൂടാവേ? അയ്യേ, വൃത്തികെട്ടവൻ. ഉറക്കമില്ലേ? ഓർക്കുന്നില്ലെന്നോ? നമ്മളിപ്പോ അങ്ങോട്ട് പിരിഞ്ഞല്ലേ ഉള്ളു. പിന്നെ അങ്ങനെ മറക്കാൻ. എടാ, വെളുത്തുള്ളിക്കുണ്ടായവനെ ഞാൻ ഓർക്കണില്ല എന്നല്ല ചോദിച്ചത്. ഉറക്കമില്ല എന്നാ. അല്ല, ഉറങ്ങാൻ പോവുക. ഉറങ്ങാൻ പോവുക. ഉറങ്ങാൻ പോകണോ? ഉറങ്ങാൻ പോവുക. നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ ഇവിടെ ഒരു കാവൽ നായായിട്ട് ഇവിടെ ഉണ്ടാകും. ധൈര്യമായിട്ട് നിങ്ങൾ പോക്കോ. ഡബിൾ ചങ്കള പട്ടാളക്കാരനാ. നിങ്ങൾ ധൈര്യമായിട്ട്. സ്വന്തം ഭർത്താവിനെ ഊളേന്നോ? എന്നാ വൃത്തിയാണ് പറഞ്ഞേ? എന്റെ പൊന്നു സാബേ, ഞാൻ ഈ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞു ഒന്ന് ശകലം കൂടെ നീങ്ങി കിടക്കാവോ സഹോദരി എന്ന് ചോദിച്ചത് തെറ്റാണോ? സ്വന്തം ഭാര്യനോട് സഹോദരി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഭാര്യക്ക് ഇഷ്ടപ്പെടൂടാ? ഭർത്താവല്ലേ? നീയല്ലേ പറഞ്ഞു ഇവിടെ ഭർത്താവാന്ന്?
എന്റെ പൊന്ന് സാബ, ഈ പറഞ്ഞ മറ്റേ ബ്രോക്കറില്ലേ, പുള്ളിയാണ് പറയുന്നത് ഇവിടെ ബാച്ചിലേഴ്സിന് റൂം കൊടുക്കത്തില്ല, നിങ്ങൾ കല്യാണം കഴിച്ചാട്ട് വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ റൂം നടത്തുള്ളൂ. അത് ശരി, പറ്റിക്ക് പറഞ്ഞ എന്നെ ചതിക്കാർന്ന് വഞ്ചിക്കുന്ന ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. പിന്നെ വേറെ സംഭവം ഉണ്ട്. നിങ്ങളെ പോലത്തെ വൃത്തികെട്ട ഫാമിലി മാത്രമല്ല ഇവിടെ, ഒരു തറവാട്ടി പറഞ്ഞ ഫാമിലി ഇവിടെ താമസിക്കണ്ട്. അവരിത് കേൾക്കരുത്, അകം വേവണത് പുറമറിയരുത്. ഞാൻ അവരോടും കൂടെ സംസാരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ല, ഞാൻ ചോദിച്ചേ, ഈ തുണി തിന്നത് കൊണ്ടാണ് കൈ കെട്ടി വെച്ചാണ്. എന്നാണോ തുണി എടുത്തേച്ച് പറയണ എന്നാ ഉണ്ടായത്? എടാ ഞാൻ അന്നേരം പറഞ്ഞില്ലയോ ഞാൻ ഭയങ്കര വൃത്തികെട്ടവനാ. അത് ശരി, അപ്പൊ രണ്ട് ടീമുകളും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ. ഇതിന് ശിക്ഷയുണ്ട് മോനെ, ശിക്ഷയുണ്ട്. ഞങ്ങളെ ശിക്ഷിക്കരുത്, അയ്യോ, പതുക്കെ വലിക്കും, ഞാൻ രണ്ടായി കീറിപ്പോകും. ഞങ്ങളെ ശിക്ഷിക്കരുത് പ്ലീസ്. ശിക്ഷിക്കും, ശിക്ഷിക്കരുത്, ശിക്ഷിക്കും, എന്നെ ശിക്ഷിക്കരുത്. സംഭരണ ശിക്ഷ എന്നാ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താ ഈ പെണ്ണുങ്ങളെ നിങ്ങൾ താലി കെട്ടണം. അയ്യേ സാബെന്നെ പറയുന്നത്, താലി കെട്ടണോ? ഇന്ന് കെട്ടണോ? നമുക്ക് നാളെ കിട്ടിയാണോ? വേണ്ട വേണ്ട വേണ്ട, എന്റെ തിയറി എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാനുള്ള പണി ഇന്ന് ചെയ്യണം, ഇന്നലെ ചെയ്യാനുള്ള പണി മിനിഞ്ഞാന്ന് ചെയ്യണം. അങ്ങനെയാണ് എന്റെ തിയറി. കെട്ടറ താലി, കെട്ടറ താലി, താലി കെട്ടറ. അയ്യോ സാബ്ജി രക്ഷിക്കണം, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക സാബ്ജി. കഴിഞ്ഞോ? എന്നാ പിന്നെ കല്യാണം മതിയല്ലോ, താലി കെട്ടറ. കെട്ടറ നീ നോക്കിക്കോണം. ഓ, ഇപ്പൊ എന്റെ അരഞ്ഞാണച്ചാന്റെ ഊരി പോകുന്നേ. കെട്ടറ കെട്ടറ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിള്ളേരുണ്ടാവുന്നത്, അതിക്ക് മുമ്പ് പിള്ളേരുണ്ടാവില്ല. കെട്ടറ താലി, കെട്ടറ താലി. കട്ടി ഓക്കെ അല്ലേ? കയറി പോടാ, അകത്തേക്ക് പോടാ. നീ അവളെ വിളിച്ചാൽ അകത്തേക്ക് പോടാ, നീ ഇവനെ വിളിച്ചാൽ അകത്തേക്ക് പോടാ. പോടാ. ആഹ്ലാദിപ്പിൻ പോയി. എന്റെ അടുത്ത കളി. നമ്മളെ ഫൺ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്നത്തെ ഗസ്റ്റ് നിങ്ങളാണ്. കാര്യം ഒരുപാട് പേര് നമ്മളെ ഫേസ്ബുക്ക് പേജിലൂടെയും അങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, നിങ്ങൾ ഗസ്റ്റിന് മാത്രം എന്തുകൊണ്ട് ഗെയിം കളിക്കാനുള്ള അവസരം കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് നമ്മളുടെ കാണികളാണ്. ആർക്ക് വേണമെങ്കിലും, അതായത് നമ്മൾ ഒരാളുകളെ വിളിക്കുകയും നിങ്ങൾക്ക് ഗെയിം കളിക്കുകയും ചെയ്യാം അല്ലേ? നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ അല്ലേ? അപ്പൊ തുടങ്ങിയല്ലേ? അപ്പോ മറ്റേ ഈ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആളുകൾ കൈപോക്കുക. ഈ റെഡ് ചുരിദാറിട്ട് മുസ്തഫ, റെഡി സാർ, റെഡി സാർ, റെഡി സാർ. ഓക്കെ, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. എന്താണ്, ഞാൻ ആദ്യം ആനയെ വരയ്ക്കും, അത് കഴിഞ്ഞ് സാറ് കടുവയെ വരയ്ക്കും, പിന്നെ താൻ പുലിയെ വരയ്ക്കണം, ഞാൻ പിന്നെ മയിലിനെ വരയ്ക്കും. ചുമ്മാ കേട്ട് ഇങ്ങനെ വെച്ച് രണ്ട് കൊമ്പ്. തന്നോട് പറക്കാൻ ആരാ പറഞ്ഞത്? അല്ല, ഞാൻ വിചാരിച്ച ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ച് ഗസ്റ്റ് ആക്കിച്ച് വരാൻ. തന്നെ വിളിച്ചിട്ട് ഗസ്റ്റ് ആക്കാൻ അല്ലേ? അല്ല, അത്ര അങ്ങാട് നമ്മൾ അതമ്പതിച്ചിട്ടില്ല. അത് മായ്ക്കും. സോറി സാർ. നമ്മൾ ഓരോ ആളുകളെ വിളിക്കും, താൻ പോയി കൂട്ടിക്കൊണ്ടുവരിക, അവര് ഗെയിം കളിക്കുന്നു. അതിനാണോ താൻ സെക്യൂരിറ്റി പണി തന്നെ ചെയ്താൽ മതിയോ? നമ്മളെ ഗെയിം തുടങ്ങാൻ പോകുന്നു. ആദ്യത്തെ ഭാഗ്യവാൻ, ആദ്യത്തെ ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം. ഇറങ്ങണ്ടേ? അതെ, വലയാട്ട് ഇറങ്ങണ്ടേ? അതെ. അല്ല, ഇതല്ല, അതല്ല, ഞാൻ വേറെ കേസ്. മതി, കേറിക്കോ. പേരെന്താ? ഡോക്ടർ അർച്ചന, മഠത്തിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നു. കേരളത്തിന്റെ ആയുർവേദത്തിന്റെ ഭാവി ഭദ്രമാണോ? ഭദ്രമാണല്ലോ. ഈ വളരെ ഐശ്വര്യമായിട്ട് തന്നെ ഞാനിത് എടുക്കുന്നു. മറ്റേ ഡോക്ടർ ഇത് വരച്ചിട്ട് എന്നിലേക്ക് എത്തിക്കണം. ഈ വസ്തുവോ പഴഞ്ചൊല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കണ്ടിട്ട് നല്ല ചിത്രകാരിയാണെന്ന് തോന്നുന്നു. ആയിരിക്കും അല്ലേ? തകർക്കും, നമ്മൾ തകർക്കും. ഡോക്ടറിന് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. തുടക്കം നല്ലതാണ്. ഡോക്ടർ ട്രെയിനാണ് വരയ്ക്കാൻ തോന്നുന്നത്. അതെ, നന്നായിണ്ട് കേട്ടോ. മാങ്ങ, മാവ്, ഇത് കണ്ടിട്ടേ ഏതൊരു മറ്റേ കൊളംബോന്റെ അത് മാങ്ങ. മാങ്ങയുടെ എന്റെ മുകളിൽ ഇല വെച്ചോ. അണ്ടി. മാവില. ആറാണ് വരച്ചത്. പക്ഷി, പക്ഷി, മാങ്ങ തിന്നു. പക്ഷി മനസ്സിലായി, പക്ഷി മാങ്ങ മനസ്സിലായി. പക്ഷി മാങ്ങയും കൂടെ ഉള്ള ഇങ്ങനെ അതാണ് അതിന്റെ ഒരു ഇത്. മാമ്പഴ പക്ഷി. കറക്റ്റ്.
അയ്യോ വിനുചേട്ടാ ഇത്ര ബുദ്ധി വിനുചേട്ടാ ഭയങ്കര മാങ്ങയല്ലേ മാങ്ങയും പക്ഷി അതെ പക്ഷി മാങ്ങ ദേ. ഇത് മാമ്പഴക്കാലം മാങ്ങിയെന്ന് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ. പക്ഷിപ്പനിയാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോ ഡോക്ടറായിട്ടല്ല വരച്ചത് പൂർണ്ണമായിട്ടില്ല കേട്ടാ ഏ, പെങ്ങൾ വരച്ചത് പൂർണ്ണമായിട്ടില്ല ഇല്ല 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 പൂർണ്ണമാക്കും പൂർണ്ണമായാലേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ അത്രേ ഉള്ളൂ. മനുഷ്യൻ മനുഷ്യ മാങ്ങ മനുഷ്യൻ മാങ്ങയില്ല. മാങ്ങ കഴിക്കുന്നു മാങ്ങ ചുണ്ട് ആഹാ കിളിച്ചുണ്ടൻ മാമ്പഴം കിളിച്ചുണ്ട മാമ്പഴ അടിപൊളി കിട്ടി കേട്ടാ അടിപൊളി അടിപൊളി ഡോക്ടർക്ക് ഒരു അടിപൊളി കൈയ്യടി. ഡോക്ടർ ഡോക്ടർ അടിപൊളി സൂപ്പർ ആയിട്ടാ നമ്മ വരയ്ക്കാൻ അറിയാം കണ്ടാ നമ്മള് ഗേൾ പവർ കണ്ടാ അതാണ് നമ്മള് വരച്ച് ആയുർവേദ കോളേജിന്റെ കല്യാണം കഴിഞ്ഞതാ. മാനം രക്ഷിച്ചു. അതെ അതെ അല്ല മുസ്തഫയില് സെൽഫി കൊണ്ടുവന്നത് അതെ അതെ കൊള്ളാം അതെ എന്താ മുസ്തഫയ്ക്ക് സെൽഫി ചെയ്യാൻ അറിയാം അതെ എനിക്ക് മുസ്തഫക്ക് ഒരു അവസരം കൂടി കൊടുത്തേക്കാലോ. കൊടുക്കാം എന്തോടാ കേസ് എന്തോടാ ഞാൻ വരുമല്ലോ അങ്ങോട്ട് ഇവിടെ ഇവിടെ ഒരവസരം കൂടി മുസ്തഫ കൊടുക്കുന്നു. അടുത്ത കുട്ടിയെ സെലക്ട് ചെയ്തോളൂ. അടുത്തത് ഇത് ഞാൻ പൊളിക്കുന്ന ഇതുപോലല്ല ഇനി ഹലോ മുസ്തഫ എപ്പോഴും ഇങ്ങനെ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോകണമെന്നില്ല. എനിക്ക് വലത്ത് വശം കൊണ്ടൊരു ചരി ഒരു അങ്ങോട്ട് പിടിച്ചതാണ് ശരി ശരി ആ താങ്ക്സ് ഫോർ എന്തുകൊണ്ട് വിചാരം ഞാൻ എത്ര കാലം കണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്ന ഇവിടെ ഇരുന്നോ ഞാൻ വിളിക്കാം ഞാൻ കുനിഞ്ഞിരിക്കണ്ട ഞാൻ ഇനി വിളിക്കത്തില്ല എനിക്ക് മതിയായി ഓർമ്മത്തിനെ വിളിച്ചപ്പോൾ ആ അതെ 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 ഓക്കെ എണ്ണിച്ചോ എണ്ണിച്ചോ ആ പോരി 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 ഇത് എനിക്ക് തോന്നുന്നു മുസ്തഫ എന്തോ നേരത്തെ നോക്കി വെച്ച ഒരു ലക്ഷണമുണ്ട്. അല്ല എന്താ പടക്കം വരാൻ ഇത് അല്ല ഈ ചേട്ടൻ ഇടക്കിടക്ക് നോക്കാറുണ്ടോ ഇങ്ങനെ? ആ ചേട്ടന് കണ്ണു കാണില്ലെങ്കിലും എനിക്ക് കണ്ണു കാണാലോ. കാണാവോ? ഓഹോ എന്റെ ഇളയ മോടെ പ്രായമുള്ളൂ അല്ല ആ സൈഡിലേക്കൊന്നും പോണു പോലും ഇല്ല ഇവിടെ തന്നെ എങ്ങനെ ചുറ്റിക്കറങ്ങി കിടക്ക് ഈ മുസ്തഫയുടെ ബന്ധുവാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക് സംശയമുണ്ട്. ആണോ ഛേ, പേരെന്താണ്? ബിക്സി ഏ? ബിക്സി വിക്സ് വിക്സ് ബിസ്സിയാണോ? ബിക്സി BIXY ബിക്സി. അപ്പൊ ബന്ധുവായിരിക്കുന്നു. ഇത് ബിഗ് സീം അത് സീറോയും ബിഗ് സീറോ. നിനക്ക് എന്തിനാണ് നല്ലൊരു കൗണ്ട് പറഞ്ഞല്ലേ കുറെ നാളെ കോമഡി സൂപ്പർ നൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതെ എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല പക്ഷെ നിനക്ക് വിഷമോ ഇതിനും കൂടെ ഞാൻ നിന്നെ തകർത്തി കളഞ്ഞാൽ നിനക്ക് വിഷമോ അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയാം എല്ലാത്തിനും തകരുവാണ്. ബിക്സി എന്താ ചെയ്യുന്നത്? ഞാൻ +2 പഠിക്കുന്നു. അയ്യോ പ്ലസ് ടുവിന് പഠിക്കുന്ന. ആ കണ്ടാ പറഞ്ഞു. അപ്പോ ഐശ്വര്യമായിട്ട് ഞാൻ എടുക്കാം അതെ ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി മേനോൻ എടുക്കുന്നു. ഓക്കെ ആണോ ബോർഡ് പകുതിയും കാണാൻ വയ്യ കുറച്ച് ഒതുങ്ങി താറാവ് അല്ല താറാവിന്റെ പേര് കോഴി കോഴി കോഴിക്ക് എന്തെന്ന് ബെൽറ്റാ അല്ല സീറ്റ് ബെൽറ്റ് ഇട്ടാണ് സീറ്റ് ബെൽറ്റ്. അല്ല ഇങ്ങനെ പറക്കുന്നതിന് മുമ്പ് ഒരു ബെൽറ്റ് ഇരുന്നോട്ടോ കോഴി ഓടാതിരിക്കാൻ. ഇന്ന് വളരെ നല്ല ദിവസം കേട്ടോ. അതെ അതെ അല്ലേ കുറച്ച് ക്ലാസ് ഉള്ള കൗണ്ടേഴ്സ് വരുന്നുണ്ട്. കൗണ്ടർ മേനോൻ പല്ല് വായ സന്തോഷം പല്ലില്ലേ ഇതെന്തിട്ടത്? ചിരിക്കുന്ന കുട്ടി. ഓ നല്ല ഉദ്ദേശത്തോടെയാ ഉദ്ദേശശുദ്ധിയോടെ വരയ്ക്കുന്ന കേട്ടോ പക്ഷെ അത് ചന്ദ്രന്റെ വാ കോക്കാച്ചി ഓക്കാച്ചിയാ അല്ല ആ വായ ആ ചുണ്ട് സൂര്യൻ അല്ല സോറി ചന്ദ്രൻ ചന്ദ്രൻ ചിക്കനാണോ കോഴി വായ തൂങ്ങി നമ്മൾ ചിക്കൻ കോഴി വായ തൂങ്ങി അത് കോഴി ഓക്കെ ഇത് മറ്റേ അമരത്തിന്റെ വള്ളം വായ അങ്ങോട്ട് പോണേ വായ കോഴി വായ കോഴി കോഴി വായ വാഴ കോഴിയുടെ പേര് മായ. നിലവാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല. പല്ല് പല്ലിന് വേറെ പേര് വായക്ക് വേറെ പേര് ചുണ്ടിന് വേറെ പേര് ചിരിക്ക ഫെൻസ് മുള്ളുവലി ഫ്രിഡ്ജാണോ? കോഴിയെ ഡ്രസ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് ഒരു വെച്ചിരിക്കുന്നു. ഇടി തന്നെ അവിടെ കിടക്കൂട്ടെന്നാ പേടിപ്പിക്കാന്നുള്ള പറയല്ലോ എന്റെ പൊന്നെ മോളെ ഇത് പുഴു പുഴുവാണോ ക്യാരറ്റ് ക്യാരറ്റ്
കേരളാണോ? ട്രിവാൻഡ്രം? എന്റെ അമ്മേ, എനിക്കിനി ജീവിക്കണ്ട. അത് മറിച്ച് ഇല്ല, സോറി. ലക്ഷ്മി മേനോ കുറച്ച് അപകടം. നമ്പർ പാടില്ല. ഓക്കെ. മനസ്സിലായോ കേരളമാണെന്നുള്ളത്? ലക്ഷ്മി മേനോ. ആ, മനസ്സിലായി. ഓക്കെ. തൃശ്ശൂര്, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. അതാണോ? ഇത് പാവളാ ഇത്. നമ്പർ ഇടാൻ പറ്റില്ലല്ലോ. അതിനെന്തായിരുന്നു ഈ പല്ല് വരച്ചത്? കുറച്ച് സമയം എടുത്ത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് എപ്പിസോഡ് ക്ലിയർ ആയി മാത്രം. കോഡ് ഇതുവരെ മനസ്സിലായില്ല. കോഡോ? മോള് വരക്കുന്നതിനൊന്നും കോടിയിട്ടുണ്ടായില്ല അല്ലേ കിറി? അതെ. അതെന്താറിയോ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കോടിയ അസുഖമുള്ള ആൾക്കാരൊന്നും ഇല്ല. നല്ല ആരോഗ്യമുള്ള പക്ഷെ മറ്റേ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വളരെ നല്ല ഗെയിം ആയിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. പോയിക്കോളൂ. ഇനി അടുത്ത ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, മുസ്തഫക്ക് വീണ്ടും അവസരം കൊടുത്തേക്കാം. ചെലവ് ചെയ്താൽ ഇവിടെ കൊണ്ടുവരുന്നത്. അതെ, മുസ്തഫ ഈ തീറ്റയും കുടിയും സല്യൂട്ട് അടിയും അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇതാണ്. പിന്നെ എന്നിട്ട് അവൻ്റെ കമ്മീഷൻ മേടിക്കാനല്ലേ? അത് പള്ളി പെണ്ണ. എന്താ പേര്? താങ്ക്സ്. ഞാൻ വിളിച്ചു കഴിഞ്ഞ് താങ്ക്സ് പറഞ്ഞു പറയാം. ആ അല്ല, നിന്നെ ഇവിടെ ലൈറ്റ് ഇല്ല, അവിടെ പോയിരുന്നു. ലൈറ്റ് അല്ല, വേണം. വാ, എന്തിനാ വെറുതെ? വാ, കയറി പോര്, ധൈര്യമായിട്ട് പോയി. ശരിക്കും ചേട്ടൻ പ്രാർത്ഥിക്കണായിരുന്നു അവിടെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട്. ദൈവമേ എന്നെ വിളിക്കണേ, ദൈവമേ. പക്ഷെ എന്റെ പേരെന്താണ്? സാൻഡി മാത്യു. ഏത് സ്ഥലത്ത് നിന്നാ വരുന്നത്? ഞാൻ തൊടുപുഴയിൽ നിന്നാണ്. പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഇന്റർനാഷണൽ PRO ആണ്. അപ്പോ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ എടുക്കണോ? വേണ്ട, മുസ്തഫനെ കൊണ്ട് എടുപ്പിക്കാം. ഞാൻ എടുക്കുന്നു. ഞാൻ കുറെ ആയില്ലേ, പിന്നെ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ? മുസ്തഫ എടുക്കട്ടെ ഐശ്വര്യമായിട്ട്. എനിക്കുള്ള പണി ഞാൻ തന്നെ വിളിച്ച് കയറ്റി വരും. ഒരു രാശിയില്ലാത്തൊരു മനുഷ്യനാ, നോക്കട്ടെ. പിന്നെ തണ്ണിമത്തൻ വരക്കാൻ എന്താ ഇതാ പറയുന്ന ദൈവം വറുത്ത തമ്പുരാ എന്റെ കൂടെ നിൽക്കുക. ഇനി വരയ്ക്കട്ടെ. എനിക്ക് മനസ്സിലായില്ല തണ്ണിമത്തനാന്ന്. അയ്യോ, ഇനി വരയ്ക്കാന്ന്. ഇനി എന്നെ കൊണ്ട് പറയിക്കാം. അതല്ല ഇത് തമാശ. തണ്ണിമത്തൻ നോക്കിയേ, കശുവണ്ടി വാരിയിരിക്കുന്നത്. അല്ല, പുള്ളി ആലോചിക്കണു ഭയങ്കരമായിട്ടൊക്കെ. ഇതും പറ, ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കണ്ട. ഷേപ്പിലട്ടാ. നെല്ല് പുല്ലല്ലേ? ഏത് നാട്ടിലെ പുല്ല ഇങ്ങനെ? അവിടുത്തെ പ്രവാസിയല്ലേ? അവിടുത്തെ എവിടെയെങ്കിലും മരം. ഇതെന്തേലും ഒന്ന് പറ. ആണെന്ന് അല്ലെന്ന് തലയെങ്കിലും പിടിച്ചു. ഇങ്ങനെ പൊന്നു മുസ്തഫ അത് കണ്ടറിഞ്ഞൂടാ? മരം. തല കുലുക്ക. ഈന്തപ്പന. അതെ, അപ്പർ സ്റ്റോറി വീക്കെൻഡ് അല്ല, അതാണ്. അല്ല, സാധാരണ മുസ്തഫയുടെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല. ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ടൈം കൊണ്ട് ചേട്ടൻ പറിച്ചു തീർത്തു. ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗെയിം കളിച്ച് വിജയിപ്പിച്ച ശ്രീമാൻ മുസ്തഫയ്ക്ക് നമ്മള് വരക്കാനുള്ള ഒരു അവസരം കൊടുക്കും. വരക്കാനുള്ള അവസരം ഐശ്വര്യമായിട്ട് എടുക്കല്ലേ? സ്വന്തമായിട്ട് നോക്കരുതിട്ടാ. വരയ്ക്കുമ്പോ മുസ്തഫാന്ന് വിളിക്കരുത്, പുള്ളി സല്യൂട്ട് അടിച്ചോ. നീ മിണ്ടാരോ മിണ്ടമല്ല. കുറച്ചുകൂടി വലുതാക്കി വരച്ചാലേ
കാണാൻ പറ്റും. മൈക്രോസ്കോപ്പ് കൊണ്ടുവരേണ്ടി വരും കാണാൻ. ആ കുഴപ്പമില്ല, പുള്ളിയല്ലേ പറയുന്നത്. അല്ലല്ല, കാണാൻ പറ്റുന്നില്ല ശരിക്കും. അത് കുഴപ്പമില്ല, പുള്ളിയല്ല പറയുന്നത്, നിങ്ങളല്ലല്ലോ. ഒരു വാച്ച്മാൻ ചേർന്നാലത്തിലെ അയാളെ സംസാരിക്കുന്നത്. അല്ല സാറല്ലല്ലോ പറയുന്ന മാടമല്ലല്ലോ. അത് പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞേട്ടെ. ഓക്കെ, എന്നിട്ടത് വരച്ചേ സാധനം ബസ്സാ, കുട്ടി ബസ്, ബസ് ചീപ്പാണോ? ചീപ്പാണ്. അതാ എന്നെ ഇട്ട് കഷ്ടപ്പെടുന്ന ചീപ്പാണ്. ചീപ്പാണെന്ന് ഭയങ്കരമായിട്ട്. വലുതായിട്ട് വരയ്ക്കും, വലുതായിട്ട് വരയ്ക്കും, നല്ല വലുതായിട്ട്. വലുതായിട്ട് വരച്ചാൽ ഇത് തന്നെയല്ലേ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൽ പുള്ളി ഇതൊന്നും വരയ്ക്കാൻ പറ്റില്ല. മുസ്തഫ, ഇതൊരു വാഹനമാണോ? കറക്റ്റ്, കണ്ടുപിടിച്ച് കളഞ്ഞു. കഴിക്കാനുള്ള റൂളറാണ്. വീട്, റോക്കറ്റ്, സെക്യൂരിറ്റി ഹൗസ്, ഓർഡർ കഴിഞ്ഞു. പെൻസിൽ 2 ഭാഗത്തും ചെത്തിയിരിക്കുന്നു. ഓ പൊളിഞ്ഞു. മിണ്ടാൻ പാടില്ല മുസ്തഫ, മിണ്ടാൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇങ്ങനെ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാലോ. നടപ്പുള്ള കേസ് ആ ഇപ്പൊ വരയ്ക്ക് തീരുമില്ല. ശവപ്പെട്ടിയാണോ? ആയിരിക്കും. ഇത് വരച്ചു കഴിഞ്ഞതിന്റെ പേരിൽ കൊടുക്കേണ്ടി വരും. ഹാർമോണിയം. ഭഗവാനെ അത്ര അല്ല, ഇതെങ്ങനെയാ? ഇത് മറ്റേ ചപ്പളം കെട്ടാ ഇങ്ങനെ വായിക്കുന്നത്. എന്നിട്ട് സിമ്പിൾ കേസാണ് ഇത്, വിഷയമുള്ള കേസല്ല ഇത്. അല്ല, സമ്മതിച്ചു. പക്ഷെ നല്ല രീതിക്ക് വരയ്ക്കാതെ എങ്ങനെ മനസ്സിലായെന്നുള്ളതാണ്. അതാണ് തുടങ്ങിയാൽ മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി. അതല്ലേ, അപ്പൊ നേരത്തെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ ഞാൻ ഇത് ഫുൾ ഇട്ടു. അല്ല, പുള്ളി ചെറുതായിട്ട് വരച്ചപ്പോ വേറൊന്നും ഷേപ്പായിരുന്നു. ഇത് തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിലായി. ഒരു ഉദ്ദേശം വെച്ചിട്ട് പറഞ്ഞതല്ലേ. പിന്നെ മറ്റേ മുസ്തഫ എന്തായാലും ഒരു കീബോർഡോ ഓർഗൻ വരെ പോകില്ലാന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇതില് അപ്പുറം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. വിഷയമല്ലേ മുസ്തഫ, ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അടുത്ത ദിവസം പോലെ ഒരു 500 രൂപ കൂട്ടി കൊടുക്കുന്നതായിരിക്കും. ഇത് കുറെ നാളായിട്ട് കൂട്ടിത്തരും കൂട്ടിത്തരും എന്ന് പറയുന്നല്ല, ഇന്നേ വരെ എന്റെ കൈ തന്നിട്ടില്ല. എനിക്കൊരൊറ്റ കുഴപ്പമുള്ളൂ, എനിക്ക് ശമ്പളം കൊടുക്കുന്ന ഇഷ്ടമല്ല. സ്നേഹം മാത്രമേ നമ്മളതിൽ കൊടുക്കാനുള്ളൂ. അല്ല, ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? ഇന്നിവിടെ ഗസ്റ്റ് ഇല്ലാന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഗസ്റ്റ് ആയിട്ട് വരാന്നാണ്. ആര് വരും? ഞാൻ വരും. നീയോ? ആ, കഴിഞ്ഞ തവണ എന്നെ ഞാൻ ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ വന്നപ്പോ എന്നെ ആട്ടി വിട്ടില്ലേ? അപ്പൊ ഇവിടെ ഗസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ് ഗസ്റ്റ് ആവാൻ വേണ്ടി വന്നാ. പിന്നെ ഒരു ബൂസ്റ്റപ്പിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ടണലിൽ നിന്ന് ഒരു പാട്ടൊക്കെ. നിന്നോട് എന്ത് ചാറ്റ് ചെയ്യുന്ന സൂരജ്? ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ തന്നേക്ക്, ഞാൻ ചാറ്റിക്കോളാം. എന്ത് ചാറ്റണമെന്ന് അപ്പൊ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഉറക്കത്തേയില്ല. ഇവിടെ വരുന്നത് സിനിമാക്കാരാണ്. നീ സിനിമാക്കാരനാണോ? എന്ത് ചോദ്യ വിനേട്ടത്? എന്താണ്? എന്റെ വീട്ടുകാരും എന്റെ ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് ഞാൻ സിനിമാക്കാരനാണ്. ടീച്ചേഴ്സാ? നീ ക്ലാസ്സിൽ പോകാറില്ലല്ലോ, പിന്നെ എങ്ങനെ ടീച്ചേഴ്സ് ഫോണിൽ വിളിച്ചു പറയും? അതാ പറഞ്ഞു, ഞാൻ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകും, അപ്പൊ അവര് സിനിമാക്കാരനാണെന്ന് പറയും. ഓക്കെ, എങ്കിലും പറയും, നിനക്ക് മലയാള സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അയ്യോ, മലയാള സിനിമയെ കുറിച്ച് മാത്രല്ല, എനിക്ക് ഇംഗ്ലീഷ് സിനിമയെ കുറിച്ചും ധാരാളം ഐഡിയ ഉണ്ട്. അതല്ലേ? എങ്കിൽ പറയും, മലയാള സിനിമയും ഇംഗ്ലീഷ് സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് സിനിമയിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷെ മലയാള സിനിമയിലാണെങ്കിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷും തമിഴ് എല്ലാ ഭാഷയും സംസാരിക്കും. മാത്രല്ല ഈ നടിമാരിലുണ്ട് ഒരു വ്യത്യാസം. നടിമാരിലെ അതായത് ഈ മലയാളം നടിമാര് മൊത്തമായിട്ടും അഭിനയിച്ച് കാണിക്കും. അപ്പൊ ഇംഗ്ലീഷ് കാണിച്ചഭിനയിക്കും. ഈ മലയാളത്തിലത്തെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണെന്നറിയോ? അത് പറഞ്ഞാൽ അവൻ അംഗീകരിച്ചു കൊടുക്കുക അല്ലേ? നിശബ്ദ ചലച്ചിത്രം മലയാളത്തിലെ അതന്നെ നമ്മുടെ മലയാളം പറഞ്ഞോ? ഫസ്റ്റ് എനിക്കറിയില്ല. അല്ലേ? മലയാള സിനിമയിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരൻ. ശബ്ദമുണ്ടോ? നിശബ്ദ ചലച്ചിത്രത്തിൽ എങ്ങനെയാ ശബ്ദം ഉണ്ടാവുക? അതെ, നീ മലയാളം ഇംഗ്ലീഷ് ഒക്കെ വിട്ടത്. കൊറിയൻ സിനിമയെ കുറിച്ച് അറിയോ? കൊറിയൻ സിനിമയെ പറ്റി ആദ്യമൊന്നും അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് ഐഡിയ വന്നതാണ്. അതെങ്ങനെ? അതായത് ഇപ്പത്തെ മലയാള സിനിമകളൊക്കെ കൊറിയൻ പടത്തിൽ നിന്ന് ഇങ്ങനെ ചൂണ്ടിയതാണല്ലോ. നിനക്ക് ഈ കിം കിടുക്കിനെ അറിയോ?
കിം കിം കി ഡൂക്ക്. ഡയറക്ടർ. എനിക്കേതൊന്നറിയില്ല. ആ ബാ, ഞാൻ കുറച്ച് കൊറിയൻ ഭാഷ പഠിപ്പിച്ചു തരാം. 안녕하세요. 안녕하세요. എന്താ? ഹലോ. ഹലോ. 사랑해요. അതെനിക്കറിയാം. എന്താ? I love you. അത് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. അതെ, രണ്ട് ചേരും അല്ലേ? രണ്ട് ചേരും. അതെ, മലയാളം മാത്രം അറിഞ്ഞിട്ട് ഇതാണ് പാട്. അപ്പൊ നീ ചെല്ലു, സമയം കളയണ്ട. ഓ, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നേക്കാം. അയ്യോ, എന്റെ അല്ല, തന്റെ ചെവിയില്. ഞാൻ ഗസ്റ്റ് ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കേറി വരും. അപ്പൊ എല്ലാവരും ഇതുപോലെ സന്തോഷിച്ചുകൊണ്ടിരിക്കട്ടെ, അർമാദിച്ചുകൊണ്ടിരിക്കട്ടെ, ആഹ്ലാദിച്ചുകൊണ്ടിരിക്കട്ടെ, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചിങ്കു ജ്വല്ലറി കണ്ടുകൊണ്ടിരിക്കട്ടെ. വി വിൽ ബി ബാക്ക്. കീപ് വാച്ചിങ് ഫ്ലവേഴ്സ് ടിവി. Yeah.